മക്കയിൽ ഒരു ഹിന്ദു ജനപ്രതിനിധിയാകുമോ? ഗുരുവായൂർ വിവാദത്തിൽ ഗോപാലകൃഷ്ണനെ ന്യായീകരിക്കാൻ വിചിത്രവാദവുമായി രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് വന്നൊരു വാർത്തയാണ്. ഞാനിത് അല്ലെങ്കിൽ അയാളുടെ വോയിസ് കേട്ടായിരുന്നു. അതിനെന്താ കുഴപ്പം? അതിലിപ്പോൾ എന്താ പ്രശ്നം? അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നാ പുള്ളി ചോദിക്കുന്നത്. ഞാൻ സത്യം പറയട്ടെ, ഇവറ്റകൾക്ക് തീരെ ബുദ്ധിയും ബോധവുമില്ല. അപ്പം ഇവരെ പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിതൊന്നും പറയേണ്ട കാര്യമില്ല. എടാ, എന്ത് കുന്തോന്ന് പറഞ്ഞാലും ഈ പറയുന്ന സൗദിയിൽ, മക്കയിൽ, സൗദി അറേബ്യയിലാണല്ലോ ഈ മക്ക, അപ്പം അവിടെ ഒരു ഹിന്ദുവിനെ ജനപ്രതിനിധിയാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഹിന്ദു ഇല്ലാഞ്ഞിട്ടല്ലടാ. എടാ വാഴേ, അത് ജനാധിപത്യ രാജ്യമല്ല, അത് രാജഭരണത്തിൻ്റെ അണ്ടറിലുള്ളതാണ്. അവിടെ രാജാവാണ്. രാജാവും പ്രജകളുമാണ്. നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് വെളിവില്ലാത്തതാണോ അല്ല ഇല്ലാത്തതാണോ അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. യഥാർത്ഥത്തിൽ ശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഴുക്ക മൊണ്ണത്തരവും മൊട്ടത്തരവുമാണ്. അതുകൊണ്ടാണ് ഈ മൊണ്ണ ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയുന്നത്. മൊണ്ണയ്ക്ക് എന്താ ചെയ്യാന്നുള്ളത് അറിയത്തില്ല. ജനാധിപത്യ രാജ്യത്ത് രാജവാഴ്ചയും രാജഭരണവും രാജഭക്തിയും ഒക്കെ കൊണ്ടുവരികയും ഒരു രാജവാഴ്ചയുള്ള രാജ്യത്തെ പ്രജകളെ വെച്ച് കമ്പാരിസൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് തരം ബോധമില്ലായ്മയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് പറയാൻ വയ്യ. ഒരു അല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ പൊട്ടാന്നെങ്കിലും വിളിക്കുക. എന്താ പൊട്ട? എന്ത് തരം മണ്ടതരമാണ് എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ്റെ സഹവാസമൊക്കെ ഇതേ കണ്ടില്ലേ, ഇതുപോലുള്ള ആസാമിമാരും എടുത്താണ്. കിബില തെറ്റി നടക്കുന്ന കുറേ എണ്ണങ്ങളെയും ചമന്നുകൊണ്ട് നടക്കുന്ന ഇവറ്റോളെടുത്തു എന്തോ സൂത്രണം പറഞ്ഞിട്ടും കാര്യമില്ല. ബോധം അശേഷം വേണ്ടായോ. ഉള്ളോളം സുർണിയോളെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ബോധം കെട്ടവനേന്നെങ്കിലും പറയാമായിരുന്നു. അപ്പം ഇയാൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്നതാണ്. അപ്പം ഈ വക്കാലത്ത് പറയുന്ന ഒരു അവസരത്തിൽ ഈ മനുഷ്യൻ്റെ അടുത്ത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നീ ഇത് തിരിച്ചു പറയുന്നുണ്ടോ, മാറി പറയുന്നുണ്ടോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴുത പറയുന്നതാണ്, കഴുത പറഞ്ഞതാണ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടുന്നത്. കേൾക്കാം. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ടത് കാണുന്നുള്ളത്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വലിയ വിഷയമില്ല. ഞാൻ പറഞ്ഞതിൽ ഒരു ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതന്റെ യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൽ ഖാദർ അടക്കം, ഇവിടുത്തെ പ്രതാപനടക്കം, ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എന്റെ തിരുനാവായിലെ കുംഭമേളയിലോ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത്. എല്ലാവരെയും വിളിച്ചല്ലോ. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലാന്ന്? അതാണ് മതേതരത്വം. ഇവിടെ പോകുന്നവർ അവിടെയും പോകണം. അപ്പം മതേതരത്വമാണ്. ഇവിടെ ഒരു പ്രമുഖ പണ്ഡിതൻ വന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ പ്രമുഖ പണ്ഡിതൻ എന്ന് പറയുന്നത് പുള്ളി വിചാരിക്കുന്ന മദ്രസ ഉസ്താദ് എന്നാണ്. എനിക്കൊന്ന് കാന്തപുരത്തിനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി, ഇനി അതല്ല ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരാൾ, ഇപ്പം പറയാല്ല, തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാൽ ആളുകൾ റെസ്പെക്റ്റോടു കൂടി ഓടിപ്പോകുന്നതിൻ്റെ ഒരു റീസൺ അവർ ഉസ്താദ് ആയതുകൊണ്ടോ മതപണ്ഡിതനായതുകൊണ്ടോ അല്ല. അവരിവിടെ ഹാൻഡിൽ ചെയ്യുന്ന നല്ലൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടാകും. അവരുടെ അണ്ടറിൽ നല്ല രീതിയിൽ ബിസിനസ് കാര്യങ്ങൾ പോകുന്നുണ്ടാകും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കൊടുത്താലേ അതിൽ കൂടെ ഒരു വരുമാനം ഈ പറയുന്ന കക്ഷികൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടി നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് പ്രചരണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പ്രചരിപ്പിക്കാൻ പറ്റൂലല്ലോ. പ്രചരണാർത്ഥം അത്യാവശ്യം പേയ്മെന്റ് വേണം. ഈ ഫണ്ട് ആരാണ് കൊടുക്കുന്നത്? ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. അവരുടെ സുഗമമായ നടത്തിപ്പിന് അത്യാവശ്യം ഒരു കമ്മീഷൻ എന്ന രീതിയിൽ ഒരു എമൗണ്ട് കൊടുക്കും. അത് സ്കൂളുകൾ, കോളേജുകൾ, ബേക്കറി സ്ഥലങ്ങൾ എല്ലാം കൊടുക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പം ആ ഒരു റെസ്പെക്റ്റ് തിരിച്ചു കാണിക്കുന്നു എന്നതിനപ്പുറം ഇവൻ പറയുന്ന കിഴങ്ങേശ്വരം പറയുന്ന ഒരു കാര്യമല്ല. അമ്പലത്തിലെ പോറ്റി ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും എന്താണ് പ്രയോജനം? അദ്ദേഹം അമ്പലത്തിലെ കാര്യക്കാരനാണ്. ദൈവത്തിന് പ്രസാദം കൊടുക്കുക, പ്രസാദം മൂട്ടുക, കഴകക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതിൽ നിന്ന് മാല കിട്ടി അതെടുത്ത് വെച്ച് പൂജ നടത്തുക, നിലവിളക്ക് തെളിക്കുക, ഇതൊക്കെയാണ് പൂജാരിയുടെ പരിപാടി. അതാണ് നിങ്ങളുടെ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതിനപ്പുറം അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാപനമോ ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പണ്ഡിതൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റെസ്പെക്റ്റോടുകൂടി കാണും. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഖുർആനികപരമായ പാരായണം നടത്താനല്ല ഈ പറയുന്ന മതപണ്ഡിതൻ അങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന് പണ്ഡിതനായി നമ്മളവിടെ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം അദ്ദേഹം ആരെയും എഴുന്നേറ്റ് ഇന്നത് പഠിപ്പിക്കുന്നില്ല. ഇനി അഥവാ അദ്ദേഹം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇസ്ലാം മത വിശ്വാസികളെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. ജനാധിപത്യം എന്താണെന്നോ ജനപ്രതിനിധി എന്താണെന്നോ ഒരു വിവരവും ഇല്ലാത്ത ഈ വാഴകളെ പറഞ്ഞു തോറ്റു. ഇനി ഇയാൾ പറഞ്ഞ പ്രസ്താവന എന്താണെന്ന് അറിഞ്ഞാലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. കേൾക്കാം. ഗുരുവായൂരപ്പരിൽ വിശ്വസിക്കുന്ന, ഗുരുവായൂർ നടയിൽ നിന്നിട്ട്
ഈ ഗുരുവായൂരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു MLA ഇവിടെ ഉണ്ടോ? വിളക്ക് കത്തിക്കുന്നത് ഹറാമാന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. തീർച്ചയായിട്ടും അത് അവർക്ക് അങ്ങനെയായിരിക്കാം, അവരുടെ രീതി അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മാത്രം കാര്യമല്ലല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നില്ലേ, അനാവശ്യമായിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നില്ലേ. അവർ മിത്തെന്ന് പറഞ്ഞെങ്കിൽ അത് അവരുടെ കൺസെപ്റ്റാണ്. അല്ല, അത് അങ്ങനെ തന്നെ അല്ലേ? നീ എന്താ അത് വ്യത്യാസം എന്തുവാ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കേ. അങ്ങനെ നിങ്ങൾക്ക് പറയാം, മറ്റൊരാൾ പറയുമ്പോൾ അതൊരു MLA പറയുമ്പോൾ കുഴപ്പമാണെന്ന്. അതുപോലെ തന്നെ ഗുരുവായൂർ അപ്പനെ വിശ്വസിക്കാത്ത ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ജനാധിപത്യമല്ലേ ഇത്? എന്താ നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? അവർക്ക് അവരുടെ മതവിശ്വാസം ഇല്ലേ? ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കാറ് പോലും ഇല്ലേ? എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ എന്നുള്ളതാണ് കഷ്ടം തന്നെ. ഗുരുവായൂർ വിളക്ക് കത്തിക്കുന്നത് ഹറാമാന്ന് പ്രഖ്യാപിക്കുന്ന ഒരു MLA, ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് മിത്താണ് എന്ന് പറയുന്ന വേറൊരു MLA. അപ്പൊ ഈ ഗുരുവായൂർ ക്ഷേത്രവും അതിന്റെ ചൈതന്യവും അതിന്റെ പരിപാവനത്വവും എല്ലാം നിലനിൽക്കുന്ന ഗുരുഭവനപുരിയിൽ ഈ വിരുദ്ധ സമീപനമുള്ളവരല്ലേ ഇവിടെ MLA-മാരായി വരുന്നത്? എന്തുകൊണ്ട് പൊട്ടക്കിണാപ്പ? അവിടെ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഒരു പെൺകുട്ടി അവിടെ വന്ന് കയറിയിരുന്നു. ആ കയറിയ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്തായിരുന്നു? അയിത്തം, ശുദ്ധി കലശം. ഇത് ആ പെൺകുട്ടിക്ക് മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഒത്തിരി പ്രോബ്ലംസ് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. കഴകക്കാരന്റെ നിയമത്തിനെ ചൊല്ലിയിട്ടുള്ള വഴക്കുണ്ട്. മാറി നിലട ഏഭ്യ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ആ പറഞ്ഞ തിരുമേനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഈ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഡെവലപ്മെന്റ് ആയി വരികയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. അവരുടെ മതവിശ്വാസ പ്രകാരം നിലവിളക്ക് കത്തിക്കുന്നത് അവർക്ക് ഹറാമാണ്. അത് അവരാരുമില്ലേ പറഞ്ഞത്? അവർ കത്തിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കത്തിക്കുന്നെങ്കിൽ കത്തിച്ചോളി, എനിക്കത് ബുദ്ധിമുട്ട്. ഇപ്പൊ MLA കൊണ്ട് കത്തിച്ചാലേ കത്തുകൊള്ളാം. അതെന്തോ അത്? MLA നിലവിളക്ക് കത്തിക്കാനല്ല നടക്കുന്നത്. നിലവിളക്ക് കത്തിക്കുന്ന MLA ആർക്ക് വേണം? അതിന്റെ ആവശ്യം എന്തുവാ? അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം, അവരുടെ സ്വത്തിന്, അവരുടെ ആരോഗ്യത്തിന് സംരക്ഷണം കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അത് കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ അമ്പലത്തിലെ കഴകക്കാരനെ അല്ല. നീ അമ്പലത്തിലെ കഴകക്കാരന്റെ പ്രസിഡന്റ് ആക്കാൻ നോക്കുന്നാടാ? ഇവരൊക്കെ ഏത് യുഗത്തിൽ ജീവിക്കുന്ന എന്തോ? പാർട്ടികൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാൻ വീണ്ടും 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 ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA നിൽക്കാത്തത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി ചെയർമാനുണ്ട്. ആ കൃഷ്ണദാസ് 2 പ്രാവശ്യം ചെയർമാനായി. മനസ്സിലാവുണ്ടോ? ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ CPM-ന്റെ MLA ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു ഒറ്റ പ്രാവശ്യം. അയാൾ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായി നേരെ സ്ഥാനക്കയറ്റം കൊടുത്തു. എന്തേ കൃഷ്ണദാസിന് കൊടുത്തില്ല? അപ്പൊ വളരെ കൃത്യമാണ് കാര്യങ്ങൾ കൃത്യമാണ്. ഗുരുവായൂര് ഒരു ഹിന്ദു MLA ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇവരുടെ താല്പര്യമാണ്. ആ താല്പര്യം ഞാൻ തുറന്നു കാട്ടും. അതിന്റെ പേരിൽ കേസല്ല. ഇവർ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ഹിന്ദു വിഷയങ്ങൾ അതിശക്തമായി ഉന്നയിക്കും. ഈ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണം എന്ന് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് വലിയ വിവാദമായി. LDF-ഉം UDF-ഉം ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. അതിലെന്താണ്? ഇപ്പോൾ നമുക്ക് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്ന ഉടൻ തന്നെ നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് അടക്കം നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിർദ്ദേശം, നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ, നമ്മുടെ മീഡിയ ടീം ഇതിന് വേണ്ടി തന്നെ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് മേലോട്ട് വയ്ക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അത് വന്ന ഉടനെ നമ്മുടെ നിലവിലുള്ള റൂൾസ് അനുസരിച്ചിട്ട് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നാണ്, ഇലക്ഷൻ നടത്തണമെന്നതാണ് അവരുടെ ഒരു നിർദ്ദേശം. ഈ പ്രാവശ്യം നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 85% എന്ന് കൂടുതലാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം. പിന്നെ യൂത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും കാണാം. സത്യം പറഞ്ഞാൽ യൂത്തൊക്കെ ഇത് റിജക്ട് ചെയ്തിട്ട് കാലങ്ങളായി. പിള്ളേർക്കൊന്നും ഇതിനകത്ത് താല്പര്യമില്ല. ഇത്തരം ഗിമിക്കുകളൊക്കെ കേൾക്കുമ്പോൾ പലക്ക് ഭ്രാന്തെടുത്തിട്ട് അവർ പോവുകയാണ്. ഞോണ്ടി കളിക്കുന്ന ടീമുകളാണ് ഞാൻ പറഞ്ഞത്. അവർക്കിതൊന്നും താല്പര്യമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഇതൊക്കെ എന്തെന്ന് കാലഘട്ടം. മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ ഇവൻ ഹിന്ദു 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 ഇത് തന്നെ പറച്ചില്ല. ഇത് തന്നെ വർത്താനം. ഇതല്ലാതെ വേറെ ഒരു വർത്താനം ഇവറ്റകൾക്ക് പറയാനും ഇല്ല. രാഷ്ട്രീയം പറയാൻ അവർക്ക് അറിയത്തില്ല. ഇവരാകെ പറയുന്ന കാര്യം എന്താ? ഇത് തന്നെയാണ്. റിപ്പീറ്റഡ്ലി ഈ ഒട്ടകം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ ഒട്ടകത്തിനെ ജയിപ്പിച്ച് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാഴ അതിന് ഏറ്റു പറയുന്നത്, അതിന് മക്കയിലെ ആളെ പിടിക്കുന്നത്. അത് നിങ്ങൾക്ക് വേറൊന്നും കാണാൻ തോന്നിയില്ലേ? ഈ ട്രംപിൻ്റെ കേസൊന്നും പറയാൻ തോന്നിയില്ലേ? അവിടെയെങ്ങും ആ ഇതൊന്നും മാച്ചപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പിറകെ വെച്ച് പിടിക്കണ എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. രാജ്യഭരണം നടക്കുന്ന ഒരു രാജ്യത്തെ അതേപോലെ വിഭാവനം ചെയ്ത് കാണുന്നതിന് പകരം ഇവിടുത്തെ കാര്യവും അതും കൂടെ വെച്ച് മാച്ച് ചെയ്യണം. അവിടെ രാജഭരണമാണ്. അവിടെ വിചാരിച്ചാൽ പോലും അവിടുത്തെ ഒരു പൗരനിക്ക് അവിടെ ഇലക്ഷനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ രാജാവ് നിർണ്ണയിക്കും ആര് വേണം ആര് വേണ്ടെന്ന്, മന്ത്രി ആരാവണം വേണ്ടെന്നുള്ളത് അവർ നിശ്ചയിക്കും. അല്ലാതെ അവിടെ ജനാധിപത്യമല്ല, അവിടെ പ്രജകളാണ്, രാജാവും പ്രജകളുമാണ്. ഇവിടെ അങ്ങനെയല്ല, ജനാധിപത്യ രാജ്യമാണ്. ഇതെങ്ങനെ നിങ്ങൾ ടാലിയാക്കുന്നത്? ഇനി സച്ചിൻ കേസിൽ നീ ചോദിക്കുക അവിടെ ജനാധിപത്യമാണെങ്കിൽ ജനാധിപത്യമാണെങ്കിൽ നടക്കും, ജനാധിപത്യമാണെങ്കിൽ നടന്നിരിക്കും. അത് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെയുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ വന്ന് ചേക്കേറിയവരവിടെ പിന്നെ പ്രധാനമന്ത്രിയാകുന്നവരുണ്ട്. അവിടെ നിന്ന് വന്ന് താമസിച്ചൊരു സെക്രട്ടറി ആവുന്ന ചരിത്രങ്ങളുണ്ട്. ഈ മൈഗ്രേഷനിൽ കൂടെ വന്ന് താമസിച്ചവരവിടെ ആകുന്ന ചരിത്രങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ. ഈ പൊട്ടക്കണ്ടിലെ തവളകളെ വെച്ചിട്ടാണ് നിങ്ങൾ രാജ്യഭരണം ഏൽപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. ഇവനൊക്കെ നോർത്തിൽ നടത്തിയ ആ കുത്തിക്കഴപ്പാണ് ഇവിടെ ഇളക്കാൻ നോക്കുന്നത്. നടക്കൂലടാ. ഇത് കേരളമാണ്. കേരളത്തിലെ ആളുകൾ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം പുച്ഛമായിരിക്കും മറുപടി തരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. തുണിയില ബാബ വേറെ വന്നിട്ടുണ്ട്. തുണിയില ബാബ വന്ന് ഇനിയിപ്പോൾ അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ട്. അത് കാണണ്ടേ? അതും കൂടെ കണ്ടോളി. നല്ല കാഴ്ചയാണ്. യു പിന്ന് വന്നതാണ്. എന്തായാലും ഇവിടുത്തെ BJP നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല BJPക്ക് ജയം നേടാൻ വേണ്ടി UP മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? आप कहाँ से? उत्तर प्रदेश। आशीर्वाद लेने के लिए आशीर्वाद देने के लिए बीजेपी को बहुत वोटों से जीत होगा बीजेपी का। इधर BJP को नई सीट जस्ट टाइम सीट हो जाएगा। हाँ, सन 2026 अपनी बीजेपी रहेगी। ഇത്തവണ എന്തായാലും BJPക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു MLA കാണണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ BJP MLA ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. അല്ലോ മനസ്സിലായോ? പുള്ളി പറയണ വല്ലതും പിടികിട്ടിയാ? അതാണ്. ഇനിയിപ്പോൾ ഇവിടെ BJP വരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോവുകയാണ് നിക്കറില്ലാത്ത ബാബ. ഒരു നിക്കർ വെച്ചിട്ട് കൊടുക്കുക ആദ്യം അങ്ങേർക്ക്. അതാണ് ആവശ്യമായിട്ടുള്ളത്. നഗ്നതാ പ്രദർശനത്തിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ അകത്ത് പോവും കളവൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ നാട്ടിൽ നിയമം അറിയുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പൗരന്മാർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. അടി 6ാം പാരി നോക്കി കിട്ടും. ഒരു തർക്കവും വിചാരിക്കേണ്ട. ദേഹം സകല ഭസ്മവും വാരി പൂച്ചി അഘോരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരരുത്. അതൊന്നും ഇവിടെ എടുക്കൂല. അതൊക്കെ ഇപ്പോൾ കിട്ടിക്കോളും. ബോധമുള്ള മനുഷ്യരാണ്. പിന്നെ നമ്മളെ തല്ലിയെ പിച്ചിയെ മാന്തിയെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. തോന്നിവാസങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമെന്നോ എപ്പോഴും മിണ്ടാതിരിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ അങ്ങ് നീക്കി വെക്കുന്നതാണ് നല്ലത്. ആരാണ് ഹിന്ദു എന്ന് പറഞ്ഞു തരാമോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ആ വിഷയം ഞാൻ എടുക്കുന്നുണ്ട്, അത് പിന്നെ വരാം. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ചന്ദ്രശേഖരനിക്ക് വട്ടാണ്, പ്രാന്താണ്. മെയിനായിട്ട് നിൽക്കുന്ന ഇവനെ ഇതാണെങ്കിൽ പിന്നെ ബാക്കി ആണികളുടെ കാര്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല.